A square pyramid, a square pyramid, square Sir, pyramid, a square pyramid, edge of base 50 mm, sir, first ഒന്നുകൂടി പറയോ? a square pyramid, edge of base 50 mm, edge of base 50 mm, 50, and height 70 mm, and height 70 mm, height 70 mm, has has its axis inclined 45 degree to HP, height 70 mm, has its axis inclined 45 degree to HP, has its axis inclined 45 degree to HP. Full stop. Draw its projections. Draw its projections. If one of the base edges, draw its projections. If one of the base edges is on HP, if one of the base edges is on HP and is inclined 60 degree to VP, if one of the base edges is on HP and is inclined 60 degree to VP, 60 degree to VP. So assume that assume that the apex of the pyramid assume that the apex of the pyramid is away from VP. Assume that the apex of the pyramid is away from VP and is on the right side. Assume that the apex of the pyramid is away from VP and is on the right side. Assume that the apex of the pyramid is away from VP and is on the right side. Okay. Question clear on law? Square pyramid, base 50, height 70, is its axis inclined 45 degree to HP. One of the base edges is on HP and inclined 60 degree to VP. Okay. So നോക്കാം, this is a square pyramid. Question പറഞ്ഞത് axis inclined 45 degree to HP ആണ്. So axis 45 degree inclined to HP ആണ്. Now this is axis is inclined to HP. And also വേറെ എന്താ കണ്ടീഷൻ വന്നിട്ടുള്ളത്? ഒരു ബേസ് എഡ്ജ് VP HP യിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു ബേസ് എഡ്ജ് HP യിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. So we can say that this base edge is on the HP. We can keep it like that. അല്ലേ, ഒരു ബേസ് എഡ്ജ് HP യിലായിട്ട് പ്ലേസ് ചെയ്യാം. And also actually now this base edge is perpendicular to VP അല്ലേ. ഈ ബേസ് എഡ്ജ് എന്ന് പറയുന്നത് നോക്കുക, ഇതൊരു ലൈനായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയുള്ളത്, ഞാൻ അവിടെ ഒരു ഇത് വെക്കാം, ബേസ് എഡ്ജിന് കറക്റ്റായിട്ട് ഞാൻ ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. യു ക്യാൻ സീ ദാറ്റ് ദിസ് എഡ്ജ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ VP അല്ലേ. നമുക്കിത് എങ്ങനെ വേണമെന്ന് പറയുന്നത്, that base edge should be, അതായത് റസ്റ്റ് ചെയ്യുന്നത് ഏത് ബേസ് എഡ്ജിലാണോ that base edge should be inclined 60 degree to VP. ഓക്കെ, അപ്പോൾ അത് കുറച്ചൊന്ന് തിരിക്കേണ്ടി വരും. ഓക്കെ, VP ആയിട്ട് ഈ ബേസ് എഡ്ജ് ഇൻക്ലൈൻഡ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ തിരിച്ച് ഇതുപോലെ ആക്കാം. ഓക്കെ, സോ ദർ ആർ ടു ഇൻക്ലിനേഷൻസ്. എന്തൊക്കെയാ? ആക്സിസ് ഇൻക്ലൈൻ ടു HP എന്ന് പറഞ്ഞിട്ട് ഒരു ബേസ് എഡ്ജ് റസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ആ ബേസ് എഡ്ജ് VP ആയിട്ട് ഇൻക്ലൈൻഡ് ആണെന്ന് പറയുന്നുണ്ട്. സോ ആക്ച്വലി നമ്മൾ അങ്ങനെ ഇൻക്ലൈൻഡ് ആക്കുന്ന സമയത്ത് യു ക്യാൻ സീ ദാറ്റ് നൗ ദിസ് ആക്സിസ് ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP അല്ലേ. അതായത് ഇനിഷ്യലി നൗ ദിസ് ഈസ് ആക്സിസ് ഇൻക്ലൈൻ ടു HP ആൻഡ് പാരലൽ ടു VP. ഇനി ഈ ബേസ് എഡ്ജ് VP ആയിട്ട് ഇൻക്ലൈൻഡ് ആക്കുകയാണെങ്കിൽ
ഇതുപോലെ ഇൻക്ലൈൻഡ് ആക്കുകയാണെങ്കിൽ നൗ ആക്സിന്റെ പൊസിഷൻ എങ്ങനെയാണ്? ഇതുപോലെയാണ് വരുന്നത് അല്ലേ? സോ അറ്റ് ദാറ്റ് പൊസിഷൻ ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. സോ ദിസ് ഈസ് ദ ആക്ച്വൽ പൊസിഷൻ. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് ആംഗിൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെ സിമ്പിൾ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യും? ഐ വിൽ ഐഡന്റിഫൈ ദ സിമ്പിൾ പൊസിഷൻ. ഇവിടെ നമുക്ക് ഒരു ആംഗിൾ തന്നിട്ടുള്ളത് എഡ്ജിന്റെ ആംഗിളാണ്, ആക്സിന്റെ ആംഗിൾ അല്ലല്ലോ. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആക്സിന്റെ ആംഗിളിലാണ്. ഓക്കെ, അതുപോലെ റെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് ശ്രദ്ധിക്കാം. സോ ഹിയർ ദ ഒബ്ജക്റ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി. സോ റെസ്റ്റിംഗ് ഓൺ എച്ച് പി ആണ്, ആക്സിസ് ഇൻക്ലൈൻ ടു എച്ച് പി ആണ്. സോ ദ സിമ്പിൾ പൊസിഷൻ ഷുഡ് ബി ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി. ഓക്കെ, ക്ലിയർ ആണല്ലോ? നേരത്തതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ആക്സിസ് ഇൻക്ലൈൻ ടു എച്ച് പി എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേത് ബേസ് എഡ്ജിന്റെ ആണ്, അതിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ബേസ് എഡ്ജിന്റെ ഇംഗ്ലീഷ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. സോ ആക്സിസ് ഇൻക്ലൈൻ ടു എച്ച് പി ആണ്, റെസ്റ്റിംഗ് ഓൺ എച്ച് പി ആണ്. വിത്ത് ദാറ്റ് കണ്ടീഷൻസ് വി ക്യാൻ സേ ദാറ്റ് simple position will be axis perpendicular to HP. So in this position you have to draw the orthographic position. First ഈ പൊസിഷനിൽ ടോപ്പ് വ്യൂ ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരിക. ഓക്കെ, ടോപ്പ് വ്യൂ അല്ലേ വരച്ച് തുടങ്ങേണ്ടി വരിക. ടോപ്പ് വ്യൂലാണ് സ്ക്വയർ ഷേപ്പ് കാണുന്നത്. ആൻഡ് ഓൾസോ നമ്മളെ കണ്ടീഷൻ റെസ്റ്റിംഗ് ഓൺ കോർണർ എഡ്ജ്, രണ്ട് കണ്ടീഷൻ ഉണ്ടല്ലോ. അതായത് ഇവിടെ പറഞ്ഞ എന്താ, റെസ്റ്റിംഗ് ഓൺ എഡ്ജ് എന്ന കണ്ടീഷൻ ഉണ്ട്. സോ വൈൽ ഡ്രോയിങ് ദ ടോപ്പ് വ്യൂ, the one edge of the square should be on the extreme right. Okay, so start ചെയ്യുമ്പോൾ draw the xy line, and simple position axis perpendicular to HP ആണ്. So you have to start with the top view. In the top view ഈ സ്ക്വയറിന്റെ ഒരു എഡ്ജ് റൈറ്റ് ആക്സിൽ വരുന്നതിൽ വരക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് എഡ്ജ് കണ്ടീഷൻ, റെസ്റ്റിംഗ് ഓൺ എഡ്ജ് കണ്ടീഷൻ ആണ്. ആൻഡ് സിൻസ് ദിസ് ഈസ് എ പിരമിഡ്, യു ക്യാൻ സീ ദ സ്ലാൻഡ് എഡ്ജസ് ഇൻ ദ ടോപ്പ് വ്യൂ. സോ അതുകൂടെ തിക്ക് ആയിട്ട് മാർക്ക് ചെയ്യണം. ആൻഡ് ദെൻ യു ഹാവ് ടു നെയിം ദിസ് എ ബി സി ഡി അപ്പെക്സ് ഒ. ഓക്കെ, ആൻഡ് ഹൈറ്റ് മാർക്ക് ചെയ്യാം, ആക്സിസ് പ്രൊജക്ട് ചെയ്യാം. ഇത്രയാണ് ഹൈറ്റ് വന്നിട്ടുള്ളത്, 70 mm. ഓക്കെ, 50 and 70, 50 ബേസ് എഡ്ജ് ആൻഡ് 70 mm ഹൈറ്റ്. ആൻഡ് ലെഫ്റ്റ് ടെക്സ്റ്റ് ചെയ്യുന്നു, റൈറ്റ് ടെക്സ്റ്റ് ചെയ്യുന്നു, നമ്മൾ ഓരോ പോയിന്റ്സ് പ്രൊജക്ട് ചെയ്യണം. Now you can join these to get the front view. Okay, points visible ആവുന്ന ഏതൊക്കെയായിരിക്കും? അവേ ഫ്രം എക്സ് ലൈൻ ആയിട്ടുള്ള എ ബി ആണ്. സോ ഫ്രണ്ട് വ്യൂല് എ വിസിബിൾ ആയിരിക്കും, ബി വിസിബിൾ ആയിരിക്കും. ബിയുടെ ബ്രാക്കറ്റിലായിട്ട് സി ഉണ്ട്, സോ ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്യാം. എന്റെ ബ്രാക്കറ്റിലായിട്ട് ഡി. ഓക്കെ, ഡി ഡാഷ്. അപ്പെക്സ് ഒ ഡാഷ് ആൻഡ് ബേസ് സെന്റർ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഞാനിവിടെ എച്ച് എന്ന് മാർക്ക് ചെയ്യാണ്. എച്ച് ഒ പിന്നെ നേരെ ഡയറക്റ്റ് ബിലോ ആയിട്ടാണ് എച്ച് ഒ എച്ച്. ഫ്രണ്ട് വ്യൂല് എച്ച് ഡാഷിന്റെ പൊസിഷൻ ഇവിടെ ആയിരിക്കും വരിക, കറക്റ്റ്. ഓക്കെ ആണല്ലോ? Okay, so this will be the simple position. Now ഇവിടെ നമുക്ക് രണ്ട് ഇംഗ്ലീഷ് ഉണ്ടല്ലോ, ആക്സിന് ഇംഗ്ലീഷ് ഉണ്ട്, ബേസ് എഡ്ജിന് ഇംഗ്ലീഷ് ഉണ്ട്. സോ എപ്പോഴും ശ്രദ്ധിക്കുക, എപ്പോഴും റെസ്റ്റ് ചെയ്യുന്നത് ഏത് പ്ലെയിനിലാണോ അതുമായിട്ട് മേക്ക് ചെയ്യുന്ന ഇംഗ്ലീഷ് ആണ് നെക്സ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, സോ നൗ ദിസ് ഇസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി. സോ കൺസിഡർ ദ ആംഗിൾ മെയ്ഡ് വിത്ത് എച്ച് പി. ഓക്കെ, ദാറ്റ് ഈസ് ആക്സിസ് ഇൻക്ലൈൻ ടു എച്ച് പി എന്ന് പറഞ്ഞത്, ദാറ്റ് ഈസ് 45 degree ഇൻക്ലൈൻ ടു എച്ച് പി. സോ ആ ഇംഗ്ലീഷ് ആണ് നിങ്ങൾ നെക്സ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്, അല്ലാതെ ബേസ് എഡ്ജിന്റെ ഇംഗ്ലീഷ് അല്ല. അത് പിന്നെയും മാർക്ക് ചെയ്യേണ്ടത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട്. സോ ഏത് പ്ലെയിനാണോ റെസ്റ്റ് ചെയ്യുന്നത് ആ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ഇംഗ്ലീഷിനാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ആക്സിസ് ഇൻക്ലൈൻ 45 degree ടു എച്ച് പി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ആക്സിനെ 45 degree ആയിട്ട് ഇവിടെ റീഡ്രോ ചെയ്യേണ്ടി വരും. ഓക്കെ, 45 degree ഇൻക്ലൈൻ ആയിട്ട് റീഡ്രോ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ബേസ് മാറ്റണം. ബേസ് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ല, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ല ബേസ് വരിക, ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ബേസ് വരിക. സോ ഇതിലൊരു ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് റൈറ്റ് എക്സ്ട്രീമിലുള്ള ഈ പോയിന്റ് അത് ആക്ച്വലി റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ബേസ് എഡ്ജ് ആണ്. ബി സി എന്ന് പറയുന്ന എഡ്ജിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ബി സി ഷുഡ് ബി ഓൺ ദ എക്സ് വൈ ലൈൻ. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ എത്ര എടുക്കുക ആംഗിൾ? ഈ ബേസ് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര എടുക്കുക?
What should be that angle? Base to xy line. Base xy line ആയിട്ട് മേക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? അറിയില്ല. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആക്സിസ് എത്രയാണ് ആംഗിൾ പറഞ്ഞത്? ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി എന്നല്ലേ വന്നത്. സോ ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര വരിക? 45 അല്ലേ? 45 അല്ലേ? പിന്നെന്താ സംശയം വന്നത്? 60 ഡിഗ്രി എന്ന് പറയുന്നത് ആക്സിസിന്റെ ഇംഗ്ലീഷൻ അല്ല. അത് ഇവിടെ നമ്മൾ ആലോചിക്കാൻ പാടില്ല കേട്ടോ. ആക്സിസിന്റെ ഇംഗ്ലീഷൻ 45 ഡിഗ്രി ആണ്. ഇൻക്ലൈൻ ടു HP എന്ന് പറഞ്ഞത്. സോ ഇത് 45 ഡിഗ്രി ആണ്. ദിസ് ഇസ് 90 ഡിഗ്രി. സോ ദിസ് വിൽ ബി 45 ഡിഗ്രി. സോ നമുക്ക് 45 ഡിഗ്രി ആംഗിളിൽ നമുക്ക് ഈ ഒരു പോയിന്റ് ഒന്ന് ബേസ് ആദ്യം വരയ്ക്കാം. ബേസിന്റെ ലെങ്ത് ഇതാണ്. അത് വരച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് അങ്ങനെ ചെയ്യാം. അതാണ് കൺവീനിയന്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. Next, mark the points A1 dash. This is A1 dash and B1 dash in the bracket. This point is B1 dash, C1 dash in the bracket, O1 dash. Now, ഇതിന്റെ ടോപ്പിക് കാണാൻ അറിയാലോ, എല്ലാ പോയിന്റ്സും നേരെ താഴേക്ക് ലൈൻസ് പ്രൊജക്ട് ചെയ്യണം. ഓക്കെ, ലൈക്ക് ദിസ്. ആൻഡ് ഫസ്റ്റ് ടോപ്പിൽ നിന്ന് റൈറ്റിലേക്ക് പ്രൊജക്ട് ചെയ്യാം. Okay, so O and O1 dash, this will be O1, A1, A and A1 dash, then B and B1 dash meet in the B1, then C and C1 dash meet in the point C1, D1 dash and D meet in the D1. Okay, now join all these points to get the boundary. ആദ്യം ബൗണ്ടറി ഫോം ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ അത് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താ? വിസിബിലിറ്റി ഓഫ് ബേസ്. ബേസിന്റെ വിസിബിലിറ്റി ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ ഈ ഒരു പൊസിഷനിൽ വെച്ചാൽ ടോപ്പ് നോക്കുമ്പോൾ ബേസ് കാണാൻ പറ്റില്ലല്ലോ. നമ്മൾ നേരത്തെ കോൺ വെച്ച് അതേ പൊസിഷനിലല്ലേ. ഇങ്ങനെ വെച്ചാൽ ബേസ് കാണാൻ പറ്റില്ല. ബേസ് കാണണമെങ്കിൽ ബേസിന്റെ ഇങ്ങനെ ആയിരിക്കണം. ഇത് ബേസ് മുകളിലേക്കായിട്ട് ഇങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടാവണം. ഈ ഒരു ടൈപ്പിലുള്ളതെങ്കിൽ ടോപ്പ് നോക്കുമ്പോൾ നമുക്ക് ബേസ് കാണാൻ പറ്റും. ബട്ട് ഇൻ ദിസ് പൊസിഷൻ we can see the base in the top view. So base is not visible. അതുകൊണ്ട് തന്നെ ബേസിലെ റിമൈനിങ് എഡ്ജ് ആയിട്ടുള്ള BC that you have to mark using that line. അത് ഇൻവിസിബിൾ ആണ്. Now longer edges DO and CO are already on the boundary. Remaining base edges, sorry, slant edges DO and AO ആണ്. അത് എങ്ങനെ ചെയ്യണം? അത് വിസിബിൾ ആയിപ്പോ അല്ലേ? എന്താണ് പറയുന്നത്? എന്താണ് ഇവിടെ നോക്കുക. ഇതാണ് ABCD അല്ലെ. ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഏറ്റവും മുകളിൽ വരുന്ന രണ്ട് പോയിന്റ്സ് ആണ് എയും ഡിയും അല്ലെ. എന്ന് പറഞ്ഞ ഏറ്റവും ടോപ്പിൽ തന്നെ രണ്ട് പോയിന്റ്സ്. സോ ദാറ്റ് ദോസ് 2 points will be visible in the top അല്ലെ. അത് വിസിബിൾ ആണ്. സോ അതുകൊണ്ടിലൂടെ പാസ് ചെയ്യുന്ന രണ്ട് സ്ലാന്റ് എഡ്ജസ് ആണ് ഇത്. അതും വിസിബിൾ ആയിരിക്കുമല്ലോ. അപ്പം ഓക്കെ, എന്റെ വോയിസ് ക്ലിയർ ആണോ? ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ അല്ലേ? So join DO and AO using thick line. Thick line വെച്ചിട്ട് വരക്കാം. ബിക്കോസ് ആ സ്ലാന്റ് എഡ്ജസ് രണ്ടും വിസിബിൾ ആയതുകൊണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് യു ക്യാൻ മാർക്ക് ദ ആക്സിസ്. ഓക്കെ, ആക്സിസ് ഇവിടെ H1 dash. സോ H1 dash എന്ന ലൈൻ നേരെ താഴേക്ക് പ്രൊജക്ട് ചെയ്യാം. ആ ലൈൻ H പോയിന്റ് H എന്ന് ലൈനായിട്ട് H1. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ചെയിൻ ലൈനായിട്ട് മാർക്ക് ചെയ്യാം. H1 to O1 ചെയിൻ ലൈനായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതുവരെ നമുക്ക് എല്ലാവരും ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, ഇവിടെ ചെയ്ത് നിങ്ങൾക്ക് 20 മാർക്സ് അല്ലെങ്കിൽ എബോവ് 10 മാർക്സ് ഇതിനകത്ത് തന്നെ കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ 10 മാർക്സ് എങ്കിലും ഇതിനകത്ത് തന്നെ കിട്ടും. ഇനി ഒരു ക്വസ്റ്റ്യൻ ആക്ച്വൽ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ
axis inclined to both HP and VP, there will be 3 set of figures. Okay, we have to draw the third figure. Third figure വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ലാസ്റ്റ് that is എടുക്കുന്നുണ്ടോ? ഓക്കെ, ക്ലിയർ അല്ലേ? So solids with axis inclined to both HP and VP ആണ്. അതായത് രണ്ട് ഇംഗ്ലീഷും വരുന്ന കേസൊക്കെ there will be 3 sets of figures. Okay, 3 sets of figures ഉണ്ടാവും. അപ്പൊ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് രണ്ടെണ്ണം വരച്ചു. അപ്പൊ ആദ്യം സിമ്പിൾ പോർഷൻ വരച്ചു. പിന്നെ നെക്സ്റ്റ് ചെയ്യുന്നത് എന്താ, ഏത് പ്ലെയിനിലാണോ റെസ്റ്റ് ചെയ്യുന്നത് ആ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് രണ്ടാമത് കൺസിഡർ ചെയ്യുന്നത്. ലാസ്റ്റ് വൺ ഷുഡ് ബി ദ സെക്കൻഡ് ആംഗിൾ. അതായത് എന്താ, റെസ്റ്റ് ചെയ്യുന്ന ബേസ് അടിച്ച് ഒരു ആംഗിൾ ആയിട്ട് പറഞ്ഞില്ല, എത്ര ഇൻക്ലിനേഷനിലാണുള്ളത് ബി പി ആയിട്ട് മേക്ക് ചെയ്യുന്ന ഒരു ഇൻക്ലിനേഷൻ അത്. ദാറ്റ് ഇൻക്ലിനേഷൻ ആണ് നമ്മൾ ഫൈനലായിട്ട് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ആൻഡ് ദാറ്റ് ഇൻക്ലിനേഷൻ ഹിയർ ഇറ്റ് ഈസ് 60 ഡിഗ്രി ആൻഡ് ദാറ്റ് ഇൻക്ലിനേഷൻ ഈസ് വിത്ത് വി പി. അല്ലെ, വി പി ആയിട്ടാണ് ആംഗിൾ മേക്ക് ചെയ്യുന്നത്. ഏതാണ് മേക്ക് ചെയ്യുന്നത്? റെസ്റ്റ് ചെയ്യുന്ന ബേസ് എഡ്ജ്. ബേസ് എഡ്ജ് ആണ് 60 ഡിഗ്രി ഇൻക്ലൈൻ ടു വി പി ആണത്. സോ യു ക്യാൻ സീ ദ റെസ്റ്റിംഗ് ബേസ് എഡ്ജ്. ഏതാണ് ഇവിടെ റെസ്റ്റ് ചെയ്യുന്നത്? ഏത് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്? ഒബ്ജക്റ്റ് ഏത് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്? ഏത് ബേസ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്? നെയിം കാണുന്നില്ലേ? എന്റെ നെയിം ഇവിടെ നെയിം ചെയ്ത് കാണുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്ക് അത് സി എന്ന് പറയാൻ പറ്റില്ല. സി ഇസ് എ കോർണർ അല്ലെ. സി എന്ന് പറഞ്ഞാൽ ഇസ് എ കോർണർ. ഓക്കെ, റെസ്റ്റ് ചെയ്യുന്നത് ഏത് എഡ്ജിലാണ്? ബേസ് എഡ്ജ് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് ഒരു ലൈൻ അല്ലേ, അതിന്റെ എൻഡ് പോയിന്റ്സ് എന്തൊക്കെയാണ്? ആ എഡ്ജിന്റെ നെയിം എന്താണ്? പിന്നെ നമ്മള് ഈ പോർഷനിൽ ഇത് ടിൽറ്റ് ചെയ്തു അല്ലെ. ഇപ്പൊ ഇത് റെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു എഡ്ജിലല്ലേ, ഈ എഡ്ജിലല്ലേ. ആ എഡ്ജിന്റെ നെയിം എന്താണെന്ന് ചോദിക്കുന്നത്? റെസ്റ്റ് ചെയ്യുന്ന ബേസ് എഡ്ജ് ഏതാ? ഫ്രണ്ടിൽ ഇവിടെ കാണുന്നില്ല. ഏതിലാണ് റെസ്റ്റ് ചെയ്യുന്നത്? B1 C1 ആണല്ലോ എക്സ് ലൈനിലുള്ളത്. സോ ബി സിയിലാണ് ഇപ്പൊ ഈ കേസിൽ ഒബ്ജക്ട് റെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇത് നോക്കിയാൽ മതി. നമ്മുടെ റൈറ്റ് എക്സിലായിട്ട് വരയ്ക്കുന്ന എഴുതിട്ടുണ്ടോ അതിലായിരിക്കും ഒബ്ജക്ട് റെസ്റ്റ് ചെയ്യുന്നതായിട്ട് വരിക. നമ്മൾ ഡെൽറ്റ ചെയ്യുന്ന സമയത്ത് റൈറ്റ് എക്സിലായിട്ട് വരയ്ക്കുന്ന ആ എഡ്ജായിട്ട് റെസ്റ്റ് ചെയ്യുന്നതായിട്ട് വരിക. അതുപോലെ നമ്മളൊരു കോർണർ കണ്ടീഷൻ ആണെങ്കിൽ റൈറ്റ് എക്സിൽ ഒരു കോർണർ വരയ്ക്കുമ്പോൾ ആ കോർണറിൽ റെസ്റ്റ് ചെയ്യുന്നതായിട്ടായിരിക്കും നമുക്ക് വരിക. So here the object will be resting on the base edge BC. You can see the top of base edge BC here. B1 C1 കാണാമോ? ആ ടോപ്പിൽ BC എങ്ങനെയുള്ളത്? It is perpendicular to the X line. അല്ലെ, X line perpendicular ആണ് BC ഉള്ളത്. That line that is perpendicular to the X line. That is because that edge is perpendicular to VP. ആ എഡ്ജ് VP ക്ക് പെർപെൻഡിക്കുലർ ആയതുകൊണ്ടാണ് ടോപ്പിൽ എങ്ങനെ കാണുന്നത്. നമുക്ക് അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്, യു ഹാവ് ടു മേക്ക് ഇറ്റ് ഇൻക്ലിനേറ്റ് ടു ദ VP ആയിട്ട് ഇൻക്ലൈൻഡ് ആക്കും, 60 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കും. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടി വരിക? ഈ ടോപ്പിനെ റീഡ്രോ ചെയ്യണം വിത്ത് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി ടു ദ എക്സ് പ്ലെയിൻ അല്ലേ. VP ആയിട്ടുള്ള 60 ഡിഗ്രി ആംഗിൾ പറയുന്നത് VP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എപ്പോഴും നമുക്ക് കാണുന്നത് ടോപ്പിലായിരിക്കുമല്ലോ അല്ലെ. VP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എപ്പോഴും നമുക്ക് ടോപ്പിലല്ലേ കാണാൻ പറ്റുക. സോ ഈ 60 ഡിഗ്രി എന്ന് പറഞ്ഞ ആംഗിൾ ഇനി മാർക്ക് ചെയ്യേണ്ടത് ടോപ്പിലായി. അതായത് ഈ ബേസ് 60 ഡിഗ്രിയിൽ റീഡ്രോ ചെയ്യണം. സോ ശ്രദ്ധിക്കാം, 60 ഡിഗ്രിയിൽ ഏതൊരു പോയിന്റ് മാർക്ക് അവിടെ കോൺട്രാക്ടർ വെക്കുക. 60 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കുക. 60 ഡിഗ്രിയിൽ ഒരു ലൈൻ വരിക. അതില് നിങ്ങൾ ഈ എഡ്ജ് റെസ്റ്റ് ചെയ്യുക. CB എന്ന് പറഞ്ഞ എഡ്ജ് 60 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചാൽ ഞാനിവിടെ ഈ ഡയറക്ഷനാണ്, അതായത് ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനാണ് 60 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്തത്. ആ ലൈനിൽ BC എന്ന് പറഞ്ഞ എഡ്ജ് മാർക്ക് ചെയ്യുക. സെയിം ലെങ്ത്, ഈ ലെങ്ത് എത്രയാണോ ആ ലെങ്ത് തന്നെ ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ കുറച്ച് താഴേക്ക് മാർക്ക് ചെയ്യാം. അങ്ങനെ മാർക്ക് ചെയ്യാൻ കാരണം എന്താ? അങ്ങനെ മാർക്ക് ചെയ്യാൻ കാരണം ഇവിടെ നോക്കാം. നിങ്ങൾ ഈ ബേസിനെ ഇത് ബേസ് ചെയ്ത് നമ്മൾ ഇതിനെ മാറ്റി വരയ്ക്കാം. ഇതിനെ നെയിം ചെയ്യുന്ന സമയത്ത് സഫിക്സ് 2 ഇടണം കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ല, ഇവിടെ 1 സഫിക്സ് ഇടും. നെക്സ്റ്റ് ഇനി
സഫിക്സ് 2 കൂടെ C2 B2 എന്ന് മാർക്ക് ചെയ്തു. ഈ ലെങ്ത് തന്നെയാണ് അവിടെ മാർക്ക് ചെയ്തത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് നമ്മളിതിനെ കംപ്ലീറ്റ് റിട്ടോ ചെയ്യണം. അപ്പൊ ഇതിന്റെ ഷേപ്പിന് എങ്ങനെ വരിക? ഈ ബേസിന്റെ പോർഷൻ ഒക്കെ ഇങ്ങോട്ട് വരും, അപ്പെക്സ് ഇങ്ങനെ വരും, ഇതുപോലെയാണ് വരിക. അതായത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിക്കാം, ഈ പോർഷനിലുള്ള ടോപ്പിനെ ജസ്റ്റ് ഒന്ന് തിരിക്കാം. അത് തിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ബേസ് 60 ഡിഗ്രി ഇൻക്ലൈൻഡ് വീക്കായിട്ട് കിട്ടും. അതാണ് ഫൈനൽ പൊസിഷൻ. ഓക്കെ, സോ അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആ 60 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചു. ആ ലൈനിൽ ഈ എഡ്ജ്, അതായത് റസ്റ്റിംഗ് എഡ്ജ് മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്യുമ്പോൾ സഫിക്സ് 2 ഇടുക, C2 B2 ഇടുക. ദെൻ ഇതെങ്ങനെ മാറ്റി വെക്കാം? അതിനെ ബേസ് ചെയ്തിട്ട് ഈ ടോപ്പിൽ എങ്ങനെ അവിടെ റീഡ്രോ ചെയ്യാം? ഈ എഡ്ജിനെ ബേസ് ചെയ്തിട്ട് ഈ ടോപ്പിൽ എങ്ങനെ റീഡ്രോ ചെയ്യാം? നിങ്ങൾക്ക് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണല്ലോ ഈ രണ്ട് ലൈൻസ് വരുന്നത്, ഈ രണ്ട് എഡ്ജസ് വരുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? കാണുമ്പോൾ ഈ ഡാഷ് ആയിട്ടുള്ള ഈ എഡ്ജിന് പെർപെൻഡിക്കുലർ ആയിട്ടാണല്ലോ ഈ രണ്ട് എഡ്ജസ് വരുന്നത്, ദാറ്റ് ഈസ് AB and CD. So measure that length, length ഈ ടോപ്പിൽ മെഷർ, ഈ ടോപ്പിന് ലെങ്ത് മെഷർ ചെയ്യാം. അത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം, വരയ്ക്കും. Okay, now I got A2 and B2. A2 D2 കിട്ടി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ പോയിന്റ് O കാണാം. O കാണാൻ എന്ത് ചെയ്യാം? എല്ലാം നമുക്ക് ഈ ഫിഗർ നോക്കിയിട്ട് അത് മാറ്റി വരച്ചു വേണം. അതായത് ഓന്റെ പൊസിഷൻ എന്താ? ഓന്റെ പൊസിഷൻ കാണാൻ വേണ്ടിയിട്ട് എച്ചിന്റെ പൊസിഷനിൽ ഓലെക്കുള്ള ഡിസ്റ്റൻസ് എടുക്കാം. അല്ലെങ്കിലോ പല മെത്തേഡ് ചെയ്യാം. ബി എന്ന് ഓലെക്കുള്ള ഡിസ്റ്റൻസും സി എന്ന് ഓലെക്കുള്ള ഡിസ്റ്റൻസും അറിയാമോ? ഈ ലെങ്ത് ബി എന്ന് ഓലെക്കുള്ള ഡിസ്റ്റൻസ് കോമ്പേഴ്സ് എടുക്കാം. B2 എന്നൊരു ആർക്ക് വരും. അതുപോലെ തന്നെ സി എന്ന് ഓലെക്കുള്ള ഡിസ്റ്റൻസ് കോമ്പേഴ്സ് എടുക്കുക, ഒരു ആർക്ക് വരും. അപ്പൊ നമുക്ക് ഓക്കെ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ ആക്സിസ് വരയ്ക്കുന്ന സമയത്ത് അത് ഈ ആക്സൽ ലൈനിനെ ക്രോസ് ചെയ്തിട്ടാണല്ലോ പോകുന്നത്. അപ്പൊ അവിടെ നോക്കിട്ട് എഫക്സ് ആയിട്ടുള്ള ലെങ്ത് മെഷർ ചെയ്യാമോ? ഈ ലെങ്ത് മെഷർ ചെയ്യാമോ? അപ്പൊ ആ ലെങ്ത് തന്നെ കറക്റ്റ് നമുക്ക് ഇവിടുന്ന് മാർക്ക് ചെയ്താൽ പോയി. അതായത് ഇതിന്റെ ഈ ഒരു ലൈൻ വരുന്നത് ഏത് നോക്കാം. അപ്പൊ പല മെത്തേഡിലും നമുക്ക് ആ പോയിന്റ് O കണ്ടുപിടിക്കാം. അപ്പൊ എന്താ നമ്മുടെ ആദ്യം തന്നാൽ ബാക്കി എല്ലാ കോർണറും എങ്ങനെ മാറുന്നു അതിനനുസരിച്ച് അവിടെ മാറും. So I got O2 here. സെക്കൻഡ് പോർഷനിലുള്ള ടോപ്പിന് സിമിലർ ആയിരിക്കണം തേർഡ് പോർഷനിലെ ടോപ്പിക്, ബട്ട് ഓറിയന്റേഷൻ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇതേ സൈസും ഇതേ ഷേപ്പുമാണ്, ബട്ട് അതിന്റെ ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യും. നമ്മുടെ ഇനീഷ്യൽ ഉണ്ടായിരുന്ന ഫ്രണ്ടിനെ മാറ്റി വരച്ചില്ലേ, അതേപോലെ ഇവിടുത്തെ ടോപ്പിനെ മാറ്റി വരും. അതിന്റെ സൈസിന്റെ ഷേപ്പിലൊന്നും വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, നൗ ദിസ് ഈസ് ദ ടോപ്പ് വ്യൂ ഇൻ ദ ആക്ച്വൽ പൊസിഷൻ. അതായത് ബേസ് എഡ്ജ് ഇൻക്ലൈൻ ടു VP ആൻഡ് ആക്സിസ് ഇൻക്ലൈൻ ടു HP എന്നുള്ള ആ പൊസിഷനിലുള്ള ടോപ്പ് വ്യൂ ആണ് ഇത്. ഇനി ഇതിന്റെ ഫൈനൽ പൊസിഷൻ വരയ്ക്കും, അതിന്റെ ഫൈനൽ ഫ്രണ്ട് വ്യൂ. അതിനെന്ത് ചെയ്യണം? ഇവിടെയുള്ള എല്ലാ പോയിന്റ്സും നേരെ മുകളിലേക്ക് വയ്ക്കും. ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ B2 B2 എല്ലാം ഒരേ ലൈനിൽ വരാം. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ വരയ്ക്കും. അത് ഈ ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്ത് ചിലപ്പോൾ ഒരേ ലൈനിലൂടെ വരാം, ചിലപ്പോൾ ഡിഫറെന്റ് ലൈനിലൂടെ വരാം. ഓക്കെ, സോ എല്ലാ കോർണേഴ്സും നേരെ മുകളിലേക്ക് ലൈൻ ഇനി ചെയ്യണത് സെക്കൻഡ് പോർഷനിലെ ഫ്രണ്ട് വ്യൂ. ഈ ഫ്രണ്ട് വ്യൂ ഇവിടുന്ന് റൈറ്റിലേക്ക് വരും. സോ A and D, A and D റൈറ്റിലേക്ക് വരിക. B and C ഞാൻ ഇനി വരയ്ക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് B and C is on the XY. B and C are on the XY. അതുകൊണ്ട് തന്നെ അതേ ലൈനിലാണ് നമുക്ക് വരിക. നമുക്ക് അതിന്റെ പോയിന്റ്സ് മാറ്റാം. സോ O1 dash and this O2 എന്ന പോയിന്റ് ഇതാണ്. That will be O2 dash. O2 dash and A1 dash and
A2 നീട്ടാണ് ഈ ഒരു പോയിന്റ് A2 dash. B2 and B1 dash നീട്ടാണ് പൊസിഷൻ മാർക്ക് ചെയ്ത് എക്സ് ലൈനിലായിരിക്കും B2 dash മാർക്ക് ചെയ്തു. Then C2 and C1 dash നീട്ടാണ് പൊസിഷൻ മാർക്ക് ചെയ്യുക. Here that is C2 dash. D2 എന്ന് പറഞ്ഞ D1 dash എന്ന് വരുന്നത് നീട്ടേണ്ടത് ഇവിടെയാണ്. So this is D2 dash. Okay. അപ്പം ടോട്ടല് നാല് ബേസ് കോർണേഴ്സും അപ്പെക്സും കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി ഇത് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ്. ഫസ്റ്റ് യു ഹാവ് ടു ഫോം ദ ബൗണ്ടറി. എക്സ്ട്രീം പോയിന്റ്സ് ജോയിൻ ചെയ്യുക. ഞാൻ A to B ജോയിൻ ചെയ്തു, B to C ജോയിൻ ചെയ്തു, C to D അല്ല to O. This is the extreme point. Then A to O. Okay. So this is the boundary. Next നമ്മൾ എന്ത് ചെയ്യണം? You have to check the visibility of the base. End face visible ആണോ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ end face visible ആണോ ചെക്ക് ചെയ്യുന്ന സമയത്ത് ടോപ്പ് വ്യൂ നോക്കിയാൽ മതി. ഓക്കെ, ടോപ്പ് വ്യൂല് ബേസ് നിയർ ടു XY ലൈൻ ആണെങ്കിൽ വിസിബിൾ ആയിരിക്കില്ല. നേരത്തെ ഞാൻ ഈ പോയിന്റ്സ് പറഞ്ഞല്ലോ, പോയിന്റ്സ് വിസിബിലിറ്റി പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ബേസ് നിയർ ടു XY ലൈൻ ആണെങ്കിൽ, അത് കമ്പയർഡ് ടു അപ്പെക്സ്, ഈ ബേസ് ഈസ് നിയർ ടു ദ XY ലൈൻ, ദാറ്റ് മീൻസ് ബേസ് ഈസ് നിയർ ടു VP. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് വ്യൂല് ബേസ് കാണാൻ പറ്റില്ല. ഓക്കെ, അല്ലാതെ ബേസ് അപ്പെക്സ് നേരെ മുകളിലും ബേസ് താഴെയായിട്ട് ഇങ്ങനെ വരുന്നെങ്കിൽ, XY ലൈൻ എവേ ആയിട്ടാണ് ബേസ് വരുന്നതെങ്കിൽ, ഇൻ ദ ഫ്രണ്ട് വ്യൂ ബേസ് വിൽ ബി വിസിബിൾ. ഓക്കെ, സോ അത് നമുക്ക് ഇമാജിൻ ചെയ്യേണ്ട, ഇമാജിൻ ചെയ്യുന്നതിനെക്കാട്ടും നല്ല ഇത് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ ഇതിന്റെ പൊസിഷൻ പറയാൻ എന്തായാലും, അതായത് നമ്മൾ ഈ ഒരു പൊസിഷൻ ഇങ്ങനെ ടിൽറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ഇത് ബേസ് എഡ്ജ് 60 ഡിഗ്രി ആക്കാൻ വേണ്ടി ഇങ്ങനെ. ഓക്കെ, സോ ദിസ് വിൽ ബി ദ പൊസിഷൻ. ഈ പൊസിഷൻ നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂല് ബേസ് കാണുന്നുണ്ടോ? ഇല്ലല്ലോ, ബേസ് കാണുന്നില്ലല്ലോ. നൗ ദിസ് ബേസ് വിൽ ബി ഫേസിംഗ് ദ VP, അല്ല VPക്ക് അടുത്തായിട്ടാണ് ബേസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് വ്യൂല് ബേസ് കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് ഇമാജിൻ ചെയ്യുന്നതിനെക്കാളും ബെറ്റർ ഞാൻ പറഞ്ഞത് ടോപ്പ് വ്യൂ നോക്കിയാൽ മതി. ഈ ടോപ്പ് വ്യൂല് ബേസിന്റെ റിലേറ്റീവ് പോർഷൻ വിത്ത് റെസ്പെക്ട് ടു അപ്പെക്സ് എങ്ങനെയാണെന്ന് നോക്കാം. വിത്ത് റെസ്പെക്ട് ടു അപ്പെക്സ് ദ ബേസ് ഈസ് നിയറർ ടു XY ലൈൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട് വ്യൂല് ബേസ് കാണില്ല. നേരെ തിരിച്ചാണെങ്കിൽ അപ്പെക്സ് ഈസ് നിയറർ ടു ദ XY ലൈൻ ആൻഡ് ബേസ് ഈസ് അവേ ഫ്രം ദ XY ലൈൻ ആണെങ്കിൽ base will be visible in the front view. So here portion base visible ആയില്ല. അതുകൊണ്ട് തന്നെ base remaining edges അത് dashed ആയി മാർക്ക് ചെയ്യും. Base remaining edges A to B മാർക്ക് ചെയ്യാം. then B to B dashed ആയി മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ D2 dash വരുന്ന D2 dash invisible ആണല്ലോ. സോ അത് invisible ആയതുകൊണ്ട് അതിലൂടെ പാസ് ലോങ് റേറ്റ് invisible ആയിരിക്കും. So that also you have to pass it dash line. And last edge, that is B2 dash O2 dash. O1 and here B is visible and O is visible. അതുകൊണ്ട് തന്നെ വിസിബിൾ ആയിരിക്കും. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണോ വരച്ചത്? ഓക്കെ, സെയിം ആക്സിസിലാണോ? അല്ല, എക്സ് ഞാനിവിടെ മാർക്ക് ചെയ്തില്ല. എന്താ ഉദ്ദേശിച്ചത്? എക്സിന് മാർക്ക് ചെയ്ത അത് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, അത് തന്നെയാണോ നീ ഉദ്ദേശിച്ചത്? ക്ലിയർ ആയില്ല സാർ. ഇത് മൂന്നും ഒരേ ഇതില്ല വരക്കണ്ടേ? ഒരേ റഫറൻസ് ലൈൻ അല്ല, XY ലൈൻ ആണോ ഉദ്ദേശിച്ചത്? അത് സെയിം ഒറ്റ XY ലൈൻ തന്നെ വരക്കണം. അങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. കാരണം ഇതെല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആണ്, ഒന്നിന്റെ അകത്ത് അടുത്ത് വരയ്ക്കാൻ പറ്റും. കണക്റ്റഡ് ആണ്. നിങ്ങൾ പകുതി വരച്ചിട്ട്
അടുത്ത വേറെ സ്ഥലത്ത് വരയ്ക്കാൻ നോക്കി കഴിഞ്ഞാൽ പറ്റില്ല. ഓക്കെ, സോ ഇതെല്ലാം ഒരുമിച്ച് വരയ്ക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നോട്ട്ബുക്ക് നേരെ വെച്ചിട്ട് വരയ്ക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ നോക്കാം, ഇത് കാണുന്നുണ്ടല്ലോ, കാണുന്നുണ്ടോ? ഫിഗർ കാണുന്നുണ്ടോ അതിൻ്റെ അകത്ത്? കാണുന്നില്ലേ? ഓക്കെ, സോ ഇതുപോലെ വരയ്ക്കുക കേട്ടോ. ഇതുപോലെ വരച്ച് കിട്ടും. നിങ്ങൾ നോട്ട് തിരിച്ചു വെച്ച് വരയ്ക്കാം. എന്നിട്ട് ഏറ്റവും ലെഫ്റ്റ് എക്സ്ട്രീം സ്റ്റാർട്ട് ചെയ്യും. ലെഫ്റ്റ് എക്സ്ട്രീം തന്നെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. പേജ് കഴിഞ്ഞിട്ട് അധികം സ്ഥലം വിടാൻ പാടില്ല. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ വരയ്ക്കാൻ സ്ഥലം ഉണ്ടാവും. അതൊരു ഡയമെൻഷൻ ഈ കേസ് നിങ്ങൾക്ക് ഇവിടെ താഴെ മാർക്ക് ചെയ്താൽ മതി ഡയമെൻഷൻ. വേണമെങ്കിൽ ഇനിയിപ്പോ അങ്ങനെ വരച്ചിട്ട് നിങ്ങൾക്ക് സ്ഥലം കിട്ടുന്നില്ല ആണെങ്കിൽ യു ക്യാൻ സ്കെയിൽ ഇറ്റ്. ഓക്കെ, നേരെ 1/2 സ്കെയിൽ ആക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ സ്കെയിൽ 1:2 എന്ന് എഴുതണം. സ്കെയിൽ 1:2 എന്ന് എഴുതാം. ഇതിന്റെ മീനിങ് നമ്മൾ ആക്ച്വൽ ഡയമെൻഷൻ നേരെ പകുതിയായിട്ട് റെഡ്യൂസ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ദിസ് ലെങ്ത് ക്വസ്റ്റ്യനിലുള്ളത് ഇറ്റ് ഈസ് 50. അപ്പൊ അതിന് പകരം നിങ്ങൾക്ക് 25 എടുത്തിട്ട് വരാം. ആൻഡ് ഹൈറ്റ് 70ക്ക് പകരം 35 എടുത്ത് വരാം. അതായത് ബേസ് വെച്ച് 50ക്ക് പകരം 25, ഹൈറ്റ് 70ക്ക് പകരം നേരെ ഹാഫ് 35 എടുക്കും. അങ്ങനെ വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ സ്കെയിൽ 1:2 എന്ന് എഴുതണം അങ്ങനെയുള്ള കേസ്. അങ്ങനെ വരയ്ക്കുന്നതിന് കുഴപ്പമില്ല. ബട്ട് വൈൽ ഡയമെൻഷൻ മാർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ എക്സാക്ട് വാല്യൂ തന്നെ എഴുതണം. Even if scale you is 1:2 and you are drawn with 25, ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ 50 തന്നെ എഴുതണം. 50 തന്നെ എഴുതണം, ആക്ച്വൽ വാല്യൂ തന്നെ എഴുതണം. 70 തന്നെ എഴുതണം. 35 ആണ് 70 തന്നെ എഴുതണം. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താ വെച്ചാല്, നമ്മൾ ആ ക്വസ്റ്റ്യൻ അത് ലാസ്റ്റ് സെന്റൻസ് നോക്കുക. ആ ലാസ്റ്റ് സെന്റൻസ് എന്താണത്? Assume that the apex of the pyramid is away from VP and is on the right side. Apex of the pyramid is away from the VP and is on the right side. Okay. ഇവിടെ നമ്മൾ ഇതുപോലെ ടെൽറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പെക്സ് ഇപ്പൊ റൈറ്റ് സൈഡ് അല്ലേ ഉള്ളത്, അല്ലെ? റൈറ്റ് സൈഡിലേ ഉള്ളത്. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൽറ്റ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് ടെൽറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ അപ്പെക്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ടെൽറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഫൈനലി എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ മാറ്റാനും പറ്റും. ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ ഇതുപോലത്തെ ടെൽറ്റ് ചെയ്തു. അപ്പെക്സ് ഈസ് ഓൺ ദ റൈറ്റ് സൈഡ് ആൻഡ് അവേ ഫ്രം VP എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്പെക്സ് ഈസ് നൗ അവേ ഫ്രം ദ എക്സ്. അപ്പെക്സ് അവേ ഫ്രം എക്സ്. സോ ദാറ്റ് മീൻസ് അപ്പെക്സ് ഈസ് അവേ ഫ്രം VP. അപ്പൊ ഞാനിവിടെ വരച്ചത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ വേറൊരു ടൈപ്പിൽ വരക്കാന്നല്ല എന്റെ ഉദ്ദേശം. അപ്പെക്സ് നിയറർ ടു VP ആയിട്ട് വരുന്ന വിധത്തിൽ വരക്കാൻ പറ്റും. എങ്ങനെയായിരിക്കും അപ്പോൾ എടുക്കേണ്ടി വരിക? അപ്പെക്സ് നിയറർ ടു VP ആണെങ്കിൽ നമ്മൾ ഈ എടുക്കുന്ന ആംഗിളിന്റെ അത് ഇവിടെ ഞാൻ ക്ലോക്ക് വൈസ് എടുത്തെങ്കിൽ നേരെ തിരിച്ച് ആന്റി ക്ലോക്ക് വൈസ് എടുത്താൽ, അതായത് എക്സ് തന്നെ നമ്മള് ആംഗിൾ ഈ ഡയറക്ഷൻ 60 ഡിഗ്രി ഇതുപോലെ എടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് ഈ ബേസ് എഡ്ജ് അതിൽ മാർക്ക് ചെയ്യാം. ഇവിടെ ബേസ് എഡ്ജിങ് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കി ഒബ്ജക്റ്റ് വരച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഷേപ്പ് അല്ലേ, ഈ ഒരു ടൈപ്പിൽ വരും. ഈ ബേസ് എഡ്ജ് 60 ഡിഗ്രി ആംഗിൾ ഇതുപോലെ എടുത്ത് അതിലാണ് ബേസ് എഡ്ജ് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് അപ്പെക്സ് പോയിന്റ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യും. സോ ഇൻ ദിസ് കേസ് ദ അപ്പെക്സ് വിൽ ബി നിയറർ ടു ദ VP. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 60 ഡിഗ്രി ആംഗിൾ ഏത് ടൈപ്പിൽ വേണമെങ്കിലും എടുക്കാം. ക്വസ്റ്റ്യനിൽ സെപ്പറേറ്റ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞത് assume that the apex of the pyramid is away from the VP and on the right side. അതുകൊണ്ടാണ് ഇതുപോലെ തന്നെ വരച്ചത്. ഓക്കെ, തിരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്പെക്സ് നിയറർ ടു VP ആയിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ട്. എന്റെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 13.19 ചെക്ക് ചെയ്യാം കേട്ടോ. പേജ് നമ്പർ 13.19 പേജ് നമ്പർ 13.19 ചെക്ക് ചെയ്യാം. ഓക്കെ, ആ 13.19
4 ടൈപ്പ് സെയിം ക്വസ്റ്റ്യൻ തന്നെ 4 ടൈപ്പിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. അപ്പെക്സ് ഓൺ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, നിയറർ ടു വി പി, അവേ ഫ്രം വി പി, അങ്ങനെ 4 കേസ് ഉണ്ട്. സോ എല്ലാവരും അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, എങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ ലാസ്റ്റ് പോസ്റ്റിലാണ് ചേഞ്ച് വരുന്നത്, അതെങ്ങനെയാണ് വരുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, സോ നിങ്ങൾ എന്തായാലും അസൈൻമെന്റ് നാളെ ചെയ്യണ്ട, ബട്ട് ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഇന്ന് ചെയ്ത 2 പ്രോബ്ലം അത് എന്തായാലും ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും, ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, എനി ഡൗട്ട്സ്? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാം, ഇന്നോ അല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അത് എനിക്ക് അയച്ചു തരാം. ഞാൻ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് തരാം. ഞാൻ ഓൾറെഡി അസൈൻമെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ, തേർഡ് അസൈൻമെന്റ്. യു ക്യാൻ ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻസ്, 4 ക്വസ്റ്റ്യൻസ്, ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. അതിൽ 2 എണ്ണം മാത്രമേ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുണ്ടാവും, അതെന്തായാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ബാക്കി നിങ്ങൾ ഓൾറെഡി ചെയ്ത ടൈപ്പ് തന്നെയാണ്. ഓക്കെ, സോ 3 o'clock എല്ലാവരും അറ്റൻഡ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒരു 15-20 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, okay, then thank you. Let's stop here. Okay.